സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഐക്കൺ താരമായി തുടക്കമിട്ടതാണ് മുംബൈ ഇന്ത്യൻസ്. അന്നു മുതൽ ഇന്ന് വരെ സൂപ്പർ താരങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല മുംബൈക്ക്, കിരീടത്തിനും. രോഹിത് ശർമ്മ നായകനായ ശേഷം 5 IPL കിരീടങ്ങൾ. പുതിയ നായകനായി ഹാർദിക് എത്തിയ 2 സീസണിലും കിരീടമില്ല. പക്ഷേ കഴിഞ്ഞ സീസണിൽ കണ്ടത് മുംബൈയുടെ തിരിച്ചുവരവ്. 2024 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത മുംബൈ കഴിഞ്ഞ സീസണിൽ അവസാന മത്സരങ്ങളിലെ തുടർ ജയങ്ങളോടെ പ്ലേ ഓഫിലെത്തി. ഇത്തവണയും അതേ സംഘത്തിൽ വിശ്വാസം അർപ്പിക്കുകയാണ് മുംബൈ ടീം. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ, റിയാൻ റിക്കൽട്ടൺ സഖ്യത്തിന് മാറ്റമുണ്ടാകില്ല. തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, നമൻതിർ. ഇന്ത്യൻ സംഘം പിന്നാലെ. ബൌളിംഗിൽ ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട് സഖ്യത്തിന്റെ മൂർച്ചയിൽ തന്നെ ടീമിന് ആത്മവിശ്വാസം. മിച്ചൽ സാന്നറും മായങ്ക് മാർക്കണ്ടയും രഘു ശർമ്മയും സ്പിൻ പ്രതീക്ഷ. വിദേശ ഓൾറൗണ്ടർമാരായ കോർബിൻ ബോഷ്, ബിൽ ജാക്സ് എന്നിവരെയും കൈവിടാതെ ടീമിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തി മുംബൈ. ദീപക് ചഹർ, അശ്വിൻ കുമാർ എന്നിവരും ടീമിന്റെ പേസ് പ്രതീക്ഷ. യുവതാരങ്ങളെ എന്നും വളർത്തിയെടുത്ത പാരമ്പര്യമുള്ള മുംബൈ വിക്കറ്റ് കീപ്പർ ബാറ്റർ റോബിൻ മിൻസ്, പേസർ രാജ്ബാവ എന്നിവരെയും കൈവിട്ടില്ല. ലേലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ സൂപ്പർ താരങ്ങളെ കൈവിടണം. അതിനു പകരം ചില അപ്രധാന താരങ്ങളെ കൈവിട്ട് ലേലത്തിന് മുൻപ് ടീം ശക്തിപ്പെടുത്തുകയായിരുന്നു മുംബൈ. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മകൻ അർജുനെ ടീമിൽ നിന്ന് ഒഴിവാക്കി. ചൈനാമാൻ ബൗളറും മലയാളിയുമായ വിഘ്നേഷ് പുത്തൂരും ടീം ഒഴിവാക്കിയവരിൽ ഉൾപ്പെടുന്നു. ലക്നൌ ടീമിൽ നിന്ന് ഇന്ത്യൻ ഓൾറൗണ്ടർ ഷാർദുൽ താക്കൂറിനെയും ഗുജറാത്തിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസിന്റെ വെടിക്കെട്ട് ബാറ്റർ ഷർഫൈൻ റുദർഫോർഡിനെയും എത്തിച്ചതോടെ ബെഞ്ചിൽ ആരെ ഇരുത്തും എന്നത് മാത്രമാകും ടീമിന്റെ തലവേദന. അർജുനെ അടക്കം 9 താരങ്ങളെ ഒഴിവാക്കിയ മുംബൈയുടെ പേഴ്സിൽ ഇനി ബാക്കിയുള്ളത് 2,75,00,000 രൂപ മാത്രം. അതുകൊണ്ട് തന്നെ മിനി താരലേലത്തിൽ വലിയ മത്സരത്തിന് മുംബൈ ഉണ്ടാകില്ല. പക്ഷേ കളത്തിൽ എന്നത്തെയും പോലെ മുംബൈയുടെ വജ്രായുധങ്ങളെ കരുതിയിരിക്കണം എതിരാളികൾ. 5 സീസണുകളിലായി കൈവിടുന്ന കിരീടം തിരിച്ചുപിടിക്കുക തന്നെയാണ് ഇത്തവണ വാങ്കഡെ പോരാളികളുടെ ലക്ഷ്യം.